ഹായ് ഓൾ, നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടായിട്ടുള്ള 10th പാർട്ടാണ്, അല്ല 9th പാർട്ടാണ്. 9th പാർട്ടിൽ 9th അല്ലല്ലോ 10th, ലാസ്റ്റ് വൺ ഈസ് 10th. ഓക്കെ, 10th പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണാലിസം ആൻഡ് ഇമ്പീരിയലിസം, അതായത് ദേശീയതയും സാമ്രാജ്യത്വവും ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ 19th സെഞ്ചുറിയിൽ, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന ഭാഗം എത്തിയപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ജനാധിപത്യവും സ്വാതന്ത്ര്യവുമായ ആശയങ്ങളോടാണ് ബന്ധപ്പെട്ട് നിന്നിരുന്നത്. ഓക്കെ, ഈ നാഷണാലിസവും ഫ്രീഡം അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവർ പോയിരുന്നത് ഫസ്റ്റ് ഭാഗത്തോട്. പക്ഷെ അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ അതെന്ത് ചെയ്യണം, അത് ലിമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിലേക്ക് ലിമിറ്റ് ചെയ്യപ്പെട്ടു? അത് കൂടുതൽ സങ്കീർണമാവുകയാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നു. ഈ കൺസെപ്റ്റുകളൊക്കെ മാറി മാറി പോവുകയാണ്. ദ മേജർ, അതായത് ഡ്യൂറിങ് ദ ലാസ്റ്റ് പീരീഡ് ഗ്രൂപ്പ് ബിക്കം ഇൻക്രീസിംഗ്ലി ഇൻടോളറൻറ്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് എവർ റെഡി ടു ഗോ ടു വാർ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അസഹിഷ്ണുത വരികയും എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം നടക്കാമെന്നുള്ളൊരു നിലയിലേക്ക് വരികയാണ്. ഓക്കെ, അതായത് ഈ ഗ്രൂപ്പുകൾ, നാഷണൽ ഗ്രൂപ്പുകൾ തന്നെ, ദേശീയ ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം ടോളറൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വൈരാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു പരസ്പരം. അതൊരു യുദ്ധത്തിലേക്ക്, എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം നടക്കാമെന്നുള്ളൊരു രീതിയിലേക്ക് വന്നു 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും. കാരണം യൂറോപ്യൻ മഹാശക്തികൾ, മേജർ പവേഴ്സ്, അവരവരുടെ വികാരം എന്ന് പറയുന്നത് ഇമ്പീരിയലിസം അല്ലെങ്കിൽ സാമ്രാജ്യത്വ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുകയാണ്. നാഷണലിസത്തിൽ നിന്ന് അത് എന്തിലേക്ക് പോകുന്നു? ഒരു ഇമ്പീരിയലിസ്റ്റ് എയിമിലേക്ക് പോകുന്നു. നമ്മൾ വളരെ കഷ്ടപ്പെട്ടു, നാഷണലിസം രാജ്യം വേണമെന്ന് പറഞ്ഞു, നമ്മൾ കഷ്ടപ്പെട്ട് നിന്ന് അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കുറേ നാൾ കൂടി കഴിഞ്ഞപ്പോൾ അതെന്തിലേക്ക് പോവുകയാണ്? ഒരു അധികാരം, അല്ലെങ്കിൽ അതൊരു പവറാണ്, ഞങ്ങളൊരു ശക്തികളാണ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നു. നമുക്ക് മറ്റുള്ളവരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അതൊരു ഇമ്പീരിയലിസ്റ്റിക് എയിമിലേക്ക് പോകുന്നു. ഇത് നമ്മൾ പറയുന്നത് അതിനകത്തൊരു ബാൾക്കൻ പ്രദേശത്തെ പറ്റിയാണ്. 1871 ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും ഗുരുതരമായ ദേശീയ പ്രശ്നം ബാൾക്കൻ മേഖലകളിലായിരുന്നു, ബാൾക്കൻ പ്രവിശ്യകളിലായിരുന്നു. ഓക്കെ, അതായത് ബാൾക്കൻ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ റുമാനിയ, ബൾഗേറിയ, അൽബാനിയ, ഗ്രീസ്, മെസിഡോണിയ, പിന്നെന്താ ക്രൊയേഷ്യ, ബോസ്നിയ, ഹെർസഗോവിന, സ്ലൊവേനിയ, സെർബിയ, മോണ്ടനെഗ്രോ, ഇങ്ങനെ പറയുന്ന രാജ്യങ്ങളാണ് ഈ ബാൾക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. ഇവിടുത്തെ ജനങ്ങളെ നമ്മൾ പൊതുവെ വിളിച്ചിരുന്ന ഒരു പേരാണെന്ത്? സ്ലേവ്സ് എന്ന് വിളിച്ചിരുന്നു. സ്ലേവുകൾ അല്ലെങ്കിൽ സ്ലാവുകൾ, സ്ലാവ്സ് എന്നാണ് വിളിച്ചിരുന്നത്. സ്ലേവ് അല്ല, സ്ലാവുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഏത്? ഈ ബാൾക്കൻ പ്രദേശത്തിൻ്റെ ഭാഗം, വലിയൊരു ഭാഗം ആരുടെ കീഴിലായിരുന്നു? ഓട്ടോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. നമുക്ക് ഓട്ടോമൻ എംപയറിനെ പറ്റി അറിയാമല്ലോ, തുർക്കി മുസ്ലിം എംപയറാണ്. ഓക്കെ, ഇനി 19ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യം എന്തിലേക്ക് വന്നു? ആധുനികവൽക്കരണം കൊണ്ടുവന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അധികാരം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനാൽ തന്നെ രാജ്യങ്ങൾ ഒന്നൊന്നായി സ്വാതന്ത്ര്യത്തിനും ദേശീയ അവകാശങ്ങൾക്കുമായിട്ട് പോരാടി തുടങ്ങി. നമ്മൾ പറഞ്ഞു, ബാൾക്കൻ പ്രദേശം മുഴുവനും എന്താണ്, ഒരുപാട് സ്ഥലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ കീഴിലായിരുന്നു? ഓട്ടോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. ഓട്ടോമൻ എംപയറിൽ എന്ത് സംഭവിച്ചു? 19ാം നൂറ്റാണ്ടിൽ ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അധികാരം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അപ്പോൾ ഈ രാജ്യങ്ങൾ എന്ത് സംഭവിച്ചു? സ്വാതന്ത്ര്യത്തിനും ദേശീയ അവകാശങ്ങൾക്കുമായിട്ട് പോരാടാൻ തുടങ്ങി. ഇനി ഒരിക്കൽ സ്വതന്ത്രമായിരുന്നെങ്കിലും പിന്നീട് വിദേശ ശക്തികൾ അടിമയാക്കി ഇപ്പോൾ പഴയ സ്വാതന്ത്ര്യം തിരികെ നേടണമെന്നാണ് ഒരു ചരിത്രത്തിൽ പറയുന്ന ഒരു ഉദ്ധരണിക്കുറിപ്പ് നമ്മൾ പറയുന്നതിനകത്ത്. ഇനി ബാൽക്കൻ പ്രദേശങ്ങളിലെ ദേശീയത, ഈ ബാൽക്കൻ പ്രദേശങ്ങളിലെ ദേശീയത എന്താണ് നമ്മൾ നോക്കുന്നത്? നെക്സ്റ്റ് നമ്മൾ പാരഗ്രാഫിൽ നോക്കാൻ പോകുന്നത് അതാണ്. അതായത് വിവിധ എന്താണ് അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ബാൽക്കൻ പ്രദേശത്തെ ആളുകൾ നമ്മൾ എന്താ വിളിച്ചത്? സ്ലാവുകൾ എന്നാണ്. ഈ വിവിധ സ്ലാവ് ജനതകൾ അവരുടെ സ്വന്തം ഐഡന്റിറ്റിയും സ്വാതന്ത്ര്യവും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ ഓട്ടോമൻ എംപയറിന്റെ കീഴിലുള്ള ബാൽക്കൻ പ്രദേശത്തെ ആളുകൾ. ഇതോടെ ബാൽക്കൻ പ്രദേശത്ത് എന്ത് സംഭവിക്കുന്നു? സംഘർഷം ഉടലെടുക്കുകയാണ്.
ബാൾക്കൻ പ്രദേശം സംഘർഷ പ്രദേശമായിട്ട് മാറുന്നു. ഓരോ ബാൾക്കൻ രാഷ്ട്രവും മറ്റൊന്നിനോട് ദേഷ്യം കാണിക്കുകയാണ്. ക്ലിയർ? ബാൾക്കൻ പ്രദേശത്തിൽ കുറേ സ്ഥലങ്ങൾ, ആ സ്ഥലത്തുള്ളവർ സ്വന്തമായിട്ട് നിൽക്കാൻ, സ്വന്തം ഐഡന്റിറ്റി ഉറപ്പിക്കാനും സ്വാതന്ത്ര്യം പ്രാപിക്കാനും ശ്രമിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ആ പ്രദേശത്തുള്ള പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? വൈരാഗ്യം കാണിക്കുന്നു. അതോടെ പരസ്പര വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം കൂടുന്നു. ഇനി ഓരോ ബാൾക്കൻ പ്രദേശം എന്ത് ചെയ്യുക? അവരാരുടെ പ്രദേശം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇതോടെ ആരിടപെടുകയാണ്? പവേഴ്സ്, അതായത് ബാൾക്കൻ പ്രദേശത്തേക്ക് വരുന്നത് ഇവരെക്കാളും കൂടിയ പവറുള്ള രാജ്യങ്ങൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയാണ്. ബാൾക്കൻ പ്രദേശം പിന്നീട് യൂറോപ്യൻ മഹാശക്തികളുടെ മത്സര ഭൂമിയായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ്? ബാൾക്കൻ പ്രദേശത്തിന്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള യൂറോപ്യൻ ശക്തികൾ ഇവരുടെ ഇടയിലേക്ക് വരുന്നു. ഇവരും തമ്മിൽ പ്രശ്നങ്ങളാകുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ശക്തികൾ ആരൊക്കെയായിരുന്നു? റഷ്യ, ജർമ്മനി, ഇംഗ്ലണ്ട്, ഓസ്ട്രിയ, ഹംഗറി. ഇവർക്ക് തമ്മിൽ വ്യാപാരവും കോളനികളുടെയും പിടിമുറുക്കവും സംബന്ധിച്ചുള്ള കടുത്ത മത്സരം ഉണ്ടായി. അതായത് ഈ ബാൾക്കൻ പ്രദേശത്തെ കോളനികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന വലിയ രാജ്യങ്ങൾ, വലിയ ശക്തികൾ തമ്മിൽ ഉണ്ടാവുകയാണ്. ഓരോ ശക്തിയും എന്താണ് സംഭവിക്കുന്നത്? മറ്റുള്ളവരുടെ സ്വാധീനത്തെ ചെറുക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിലേക്ക് പോവാതെ അവരെ ചെറുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചതിൽ എന്ത് സംഭവിച്ചു? ബാൾക്കൻ പ്രദേശങ്ങളിൽ ഭയങ്കരമായൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് തന്നെ ഉടലെടുത്തു. ഏത് സമയത്ത്? 1914. അങ്ങനെ ഓട്ടോമൻ സാമ്രാജ്യത്തെ ഇവർ എന്ത് ചെയ്യാണ്? ഡിഫീറ്റ് ചെയ്യാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണെന്ത്? ഒന്നാം ലോകമഹായുദ്ധം, വേൾഡ് വാർ ഫസ്റ്റ്. ക്ലിയർ? ഓട്ടോമൻ എംപയർ ആയിരുന്നു ഇതിനൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഓട്ടോമൻ എംപയറിനെ അവർ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുന്നു. ബാൾക്കൻ പ്രദേശത്ത് കുറേ രാജ്യങ്ങളുണ്ടായിരുന്നു. അവർ പരസ്പരം പോരടിക്കുന്നു. ഈ പോരാട്ടത്തിൻ്റെ ഇടയിലേക്ക് ആര് കടന്നു വരുന്നു? പവർഫുൾ ആയിട്ടുള്ള കൺട്രീസ് കടന്നു വരുന്നു. അവരും ഇവരും ആകപ്പാടെ യുദ്ധങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു യുദ്ധം എന്തിലേക്ക് നയിക്കുന്നു? ഒന്നാം യുദ്ധത്തിലേക്ക്, വേൾഡ് വാറിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് നാഷണലിസം പ്ലസ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് എന്തിലേക്ക് നയിച്ചു? വേൾഡ് വാർ ഫസ്റ്റ്. ഓക്കെ, അതായത് ഓരോ രാജ്യവും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി ഇവിടെ ഫിഗർ 20 കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിരിക്കുന്നത്, ഭൂപടമാണ്. ചരിത്രത്തിൽ ബ്രിട്ടൻ്റെ പ്രതീകമായി സ്ത്രീരൂപം ലോകത്തെ നിയന്ത്രിക്കുന്നതായി കാണിക്കുന്നു. കൊളോണിയൽ ആളുകൾ എന്താണ്? ആട്, കടുവ, ആന, കാടുകൾ, ആദിമജനങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രതിദാനം ചെയ്യുന്നു കൊളോണിയലിസത്തിനെ, അല്ലെ കൊളോണികളെ. പിന്നെന്താ? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വിശാലതയും അഭിമാനവും പ്രദർശിപ്പിക്കാനായിട്ടാണ് ഈ മാപ്പ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ദേശീയതയും സാമ്രാജ്യത്വവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേശീയത സാമ്രാജ്യത്വവുമായിട്ട് ചേർന്നപ്പോൾ യൂറോപ്പിനെ ദുരന്തത്തിലേക്കാണ് നയിച്ചത്. ഏത് ദുരന്തം? ഒന്നാം ലോക മഹായുദ്ധം 1914. യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിൽ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്തു? വളർന്നു വന്നു. ആൻറ്റി ഇമ്പീരിയലിസ്റ്റ്, അതായത് ഇവർ കൂടുതൽ ഇതാവാൻ നോക്കുമ്പം ഇതിനെ ചെറുക്കാൻ നിൽക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ സ്വന്തം ദേശീയതയുടെ പ്രത്യേക രൂപങ്ങളൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. ഒരേ സമയം നേഷൻ സ്റ്റേറ്റ് എന്ന ആശയം ലോകമെമ്പാടും സ്വാഭാവികവും സാർവത്രികവുമാണെന്നത് അംഗീകരിക്കപ്പെട്ടു. ക്ലിയർ? നമ്മൾ ഈ എൻറ്റയർ ചാപ്റ്ററിൽ നാഷണലിസം, ഇമ്പീരിയലിസം, നാഷണലിസം വളർന്നത് ഇമ്പീരിയലിസത്തിലേക്ക് പോകുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എത്തിയപ്പോഴത്തേക്കും ദേശീയത എന്ന കംപ്ലീറ്റ്ലി എന്തിൻ്റെ അണ്ടറിലേക്ക് പോവുകയാണ്? ഇമ്പീരിയലിസം. ഇതിൻ്റെ മെയിൻ കേന്ദ്രം അല്ലെങ്കിൽ മെയിൻ സംഘർഷ കേന്ദ്രമായിട്ട് വന്നത് ബാൾക്കൻ പ്രദേശമായിരുന്നു. അവിടെ ഓട്ടോമൻ എംപയർ ആയിരുന്നു. അത് ദുർബലമാവുകയും ഡിഫീറ്റ് ചെയ്തു. ഇനി മഹാശക്തികൾ തമ്മിൽ ബാൾക്കൻ പ്രദേശത്തെ പിടിച്ചടക്കാൻ ഒരു മത്സരം വന്നു. ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വ്യാപിച്ചു. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. നമ്മൾ ഫ്രെഡറിക് സോഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് നമ്മൾ കണ്ടു. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവരുടെ വികാരം, ദേശീയത എന്ന വികാരം ഉണരുന്നതും അവർ ഓരോ രാജ്യങ്ങളും യൂണിഫൈ ചെയ്യുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ദേശീയത വളർന്നത് ഇമ്പീരിയലിസത്തിലേക്ക് പോകുന്നു. ആ ഇമ്പീരിയലിസം എന്ത് ചെയ്യുന്നു? മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ പവർ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. അതിൽ ഒട്ടോമൻ എംപയറിൻ്റെ പ്രദേശത്തിൽ വരുന്ന ബാൾക്കൻ പ്രവിശ്യയെ കീഴടക്കാൻ ശ്രമിക്കുന്നു. അത് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് 1914 നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് നമ്മുടെ എൻറ്റയർ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്.
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.